ഗുഡ് ഈവനിംഗ് ട്രേഡേഴ്സ്, ഗുഡ് ഈവനിംഗ് ഇൻവെസ്റ്റേഴ്സ്. അങ്ങനെ കുറച്ച് ദിവസത്തെ ഒരു നെഗറ്റിവിറ്റിക്ക് ശേഷം മാർക്കറ്റ് ചെറിയൊരു ആശ്വാസ മൂവ്മെന്റ് നടത്തി. റാലി എന്ന് പറയാൻ പറ്റില്ല, ആശ്വാസ മൂവ്മെന്റ് നടത്തി. സെൻസെക്സ് 939 പോയിന്റ് അഥവാ 1.26% മൂവ് ചെയ്ത് അല്ലെങ്കിൽ റാലി രേഖപ്പെടുത്തി 75,503 സെൻസെക്സിന്റെ ക്ലോസിംഗ് ഉള്ളത്. നിഫ്റ്റി ആവട്ടെ 258 പോയിന്റ് മൂവ് ചെയ്ത് 23,409 എന്ന റേഞ്ചിലാണ്. 23,400 എന്ന് പറയുന്ന ആ ഒരു സോണിൽ നിഫ്റ്റിക്ക് എത്താനായിട്ട് പറ്റി. അവസാന സമയത്താണ് ഒരു സ്പൈക്ക് കണ്ടത്. നിഫ്റ്റിയുടെ ചാർട്ട് കാണാം. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് 23,277 ആയിരുന്നു. 23,000 സപ്പോർട്ട് എടുത്തു. പിന്നീട് മാർക്കറ്റ് മൂവ് ചെയ്ത് 23,500 വരെ പോയിരുന്നു. പിന്നീട് ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ്. നിഫ്റ്റിയിൽ പ്രധാനമായിട്ടും എം എൻ എം ഗ്രാസിം, അൾട്രാടെക് സിമെന്റ്, ട്രെൻഡ്, HDFC ബാങ്ക് ആണ് പ്രോഫിറ്റ് ബുക്കിംഗ് അല്ല നിഫ്റ്റിനെ മുന്നോട്ട് കൊണ്ടുപോയത്. പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടത് ഭാരത് ഇലക്ട്രോണിക്സ്, വിപ്രോ, മാക്സ് ഹെൽത്ത് കെയർ, സൺഫാർമ, പവർ ഗ്രിഡ് തുടങ്ങിയ കമ്പനീസാണ്. അപ്പോൾ ഇന്ന് പ്രധാനമായിട്ടും നല്ല ബൈയിങ് പ്രഷർ ഉണ്ടായിരുന്നു, എസ്പെഷ്യലി ബാങ്ക് നിഫ്റ്റി ആവട്ടെ ഏകദേശം 656 പോയിന്റ് മൂവ് ചെയ്ത് 54,413 ബാങ്ക് നിഫ്റ്റിയുടെ ഇന്നത്തെ ഒരു മൂവ്മെന്റ്. ഏകദേശം ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ ഡേ ലോയിൽ നിന്ന് 1000 പോയിന്റിന്റെ ഒരു മൂവ്മെന്റ് നടത്തി. പ്രധാനമായിട്ടും HDFC ബാങ്ക് ആണ് ഈ ബാങ്ക് നിഫ്റ്റിനെയും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്തത്. കൂടാതെ തന്നെ ICICI ബാങ്ക്. അപ്പോൾ ICICI ബാങ്ക് ഇൻവെസ്റ്റ് എന്ന് പറയുന്ന ഒരു ബ്രോക്കറിംഗ് സ്ഥാപനം ICICI ബാങ്കിനെ അപ്ഗ്രേഡ് ചെയ്ത്, കൂടാതെ ഈ ഒരു വാറ് കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ട LNTയുടെ കൂടുതൽ ഓർഡറുകളും മിഡിൽ ഈസ്റ്റിൽ നിന്നാണ്. അപ്പോൾ LNT ഇന്ന് CLS എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി LNTനെ അപ്ഗ്രേഡ് ചെയ്ത കാരണം കൊണ്ട് LNT ഇന്ന് ഫോൾ ആയില്ല. ഭീകരമായ റാലി രേഖപ്പെടുത്തിയില്ലെങ്കിൽ കൂടിയും ഫോൾ ആയില്ല. 0.61% ഒരു സ്പൈക്ക് രേഖപ്പെടുത്തി. ഇന്ന് യുദ്ധമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും ആസ് ഓഫ് നൗ വന്നിട്ടില്ല. എന്നാൽ മാർക്കറ്റിനെ സംബന്ധിച്ച് SIP നമ്മുടെ SIP ഫെബ്രുവരിയിൽ 15% ഇയർ ഓൺ ഇയർ വർദ്ധിച്ചതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. പക്ഷെ സെയിം ടൈം ഇന്ത്യയിലെ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡേറ്റ വന്നിരുന്നു. ഇൻഫ്ലേഷൻ ആക്ച്വലി ഉയരുകയാണ് ചെയ്തത്. അതിൽ ആശ്ചര്യപ്പെടേണ്ട കാര്യമില്ല. ഇനിയും ഫർദറായിട്ട് ഇൻഫ്ലേഷൻ ഇന്ത്യയുടെയും ഗ്ലോബലി ഇൻഫ്ലേഷനും ഉയരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ LPGയുടെ എല്ലാം തന്നെ ഷോർട്ടേജ് വലിയ തോതിൽ സിറ്റീസിലെല്ലാം തന്നെ അത് വിസിബിളാണ്. പല സ്ഥലങ്ങളിലും ഹോട്ടൽസെല്ലാം തന്നെ അടയ്ക്കുന്നു. ഇന്ന് രാവിലെയും പ്രീ മാർക്കറ്റ് സെക്ഷനിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ പറഞ്ഞ കാര്യമാണ്. മെൻസ് ഹോസ്റ്റലിന് അവിടെയൊക്കെ ഫുഡ് കിട്ടാൻ കുറച്ച് ഇഷ്യൂസൊക്കെ തന്നെ ഉണ്ട്. പിന്നെ ഇനി മാർക്കറ്റിലേക്ക് വരാണെങ്കിൽ ഈ US-ഉം ചൈനയും തമ്മിൽ ഒരു ട്രേഡ് ഡീലുകളെല്ലാം തന്നെ അത് പോസിറ്റീവായ രീതിയിൽ അവർ ചർച്ചകൾ ഒരു ഭാഗത്തോടുകൂടി നടക്കുന്നുണ്ടെന്നുള്ള ന്യൂസ് ഉണ്ട്. ഇനിയിപ്പോൾ ഈ ഓയിലിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ലോകത്തിൽ ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനീസിൻ്റെ കണക്കുകൾ എടുക്കുകയാണെങ്കിൽ അഡ്നോക്ക്, അബുദാബി ആസ്ഥാനമായിട്ടുള്ള അഡ്നോക്ക് ഏറ്റവും കൂടുതൽ മിഡിൽ ഈസ്റ്റിൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയിലൊന്നാണ്. അപ്പോൾ അവരുടെ പ്രൊഡക്ഷൻ 50% ഒരു കുറവ് ഉണ്ടായി എന്ന് പറയുന്നു. അതുപോലെ തന്നെ സൗദി അറേബ്യയിൽ ഏറ്റവും കൂടുതൽ ഓയിൽ, സൗദി അറേബ്യ മാത്രമല്ല ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ നിലവിൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയാണ് അരാംകോയുടെയും പ്രൊഡക്ഷൻ കുറഞ്ഞു. കൂടാതെ LPG ആയിട്ട് ബന്ധപ്പെട്ടുള്ള കമ്പനിയാണ് ഖത്തർ ഗ്യാസ്. ഖത്തറിലുള്ള റസൽഫാൻ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ LPG പ്ലാന്റ് ഉള്ളത്. അപ്പോൾ അവിടെയും പ്രൊഡക്ഷൻ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മേൽപ്പറഞ്ഞ ഈ സ്ഥലങ്ങളിലെ കേന്ദ്രീകരിച്ചാണ് ഇറാന്റെ ഡ്രോൺ ആക്രമണങ്ങളെല്ലാം തന്നെ കൂടുതലുണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ക്രൂഡിന്റെ പ്രൈസ് സ്പൈക്ക് രേഖപ്പെടുത്തിയത്. കൂടാതെ ഹോർമുസ് കടലിടുക്കിലുള്ള ഇറാനും ഇസ്രായേലും US അവരുടെ ഷിപ്സിനാണ് പ്രശ്നമെന്ന് ഇറാൻ വീണ്ടും വ്യക്തമാക്കണമെങ്കിൽ കൂടിയും മറ്റുള്ള ഷിപ്പുകൾ അതിൽ പോകാനായിട്ട് ധൈര്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ ആളുകൾ കുറച്ചും കൂടി കോഷ്യസ് ആവാണ്. അപ്പോൾ അത് കാരണം ഓയിൽ പ്രൈസ് വർദ്ധിച്ചിട്ടുണ്ട്. ഗ്ലോബൽ മാർക്കറ്റ് കാണാം. ഏറ്റവും ടോപ്പിൽ ഗോൾഡ് $4,996. ഗോൾഡ് ഒന്ന് ഇടിഞ്ഞു, $22 ഇടിഞ്ഞു. സിൽവറും ഒന്ന് ഇടിഞ്ഞു. ബിറ്റ് കോയിൻ നോക്കുകയാണെങ്കിൽ ഒരു 73,000 ഏറ്റവും ടോപ്പിൽ നിന്നാണ് നോക്കുന്നത്. ബ്രന്റ് ഓയിൽ കാണാം $103, ഫോൾ ആയിട്ടൊന്നുമില്ല. നാച്ചുറൽ ഗ്യാസ് എന്നാൽ 1.4% ഫോൾ ഉണ്ട്. കൂടെ ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് വളരെ പോസിറ്റീവാണ്, 263 പോയിന്റാണ്. ഏഷ്യൻ മാർക്കറ്റെല്ലാം തന്നെ പൊതുവേ ഫ്ലാറ്റ് ആയിരുന്നു. ഏറ്റവും താഴെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റാണ് പോസിറ്റീവായിട്ടാണ് നിലകൊള്ളുന്നത്. കൂടാതെ തന്നെ ഡാക്സിന് മുകളിൽ കാണാം ഇന്ത്യയുടെ വോളറ്റിലിറ്റി ഇൻഡെക്സ് 4.45% ഒരു ഇടിവ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ വിക്സ് ഒന്ന് കൂൾ ഡൗൺ ആയിട്ടുണ്ട്. പ്രധാനമായിട്ടും HDFCയും ICICIയും LNTയുടെ എല്ലാം തന്നെ മികച്ച ഒരു മുന്നേറ്റമാണ് ഈ ഇന്ത്യ വിക്സ് കുറയാനായിട്ടുള്ള കാരണം. ഇന്നും നമ്മുടെ റിലയൻസും 0.96% അഥവാ ഒരു 1% ഒരു മൂവ്മെന്റ് റിലയൻസും നടത്തിയിരുന്നു. അപ്പോൾ ഇനി ഈ നമ്മളുടെ ഇൻഡെക്സ് ഹെവി വെയിറ്റ് കമ്പനീസ് എല്ലാം തന്നെ
മാർക്കറ്റിനെ ഒന്ന് പുഷ് ചെയ്യുകയാണെങ്കിൽ മുകളിലേക്ക് ആ ഒരു ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ 23,000 എന്ന് പറയുന്ന റേഞ്ചൊക്കെ അതൊരു ഈ ഒരു സീസണിൽ ഒരു ലോ ആയിട്ടൊക്കെ നിലനിന്നേക്കാം. ആ ഒരു ലോ വീണ്ടും ഫർദറായിട്ട് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോകാതിരിക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനൊക്കെ അത് ഗുണകരമാകും. കാരണം വളരെയധികം പാനിക് ആയിട്ടുള്ള ഒരു സിനാരിയോ ആണ് ഇപ്പം നിലവിൽ മാർക്കറ്റിലുള്ളത്. അപ്പോൾ കോഷ്യസ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകാം. നമുക്ക് സ്റ്റോക്കിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അൾട്രാടെക് സിമെൻറ്റും ഇവരുടെ ഈ ആദിത്യ ബിർള ഗ്രൂപ്പിൻ്റെ കുമാർ മംഗളം അദ്ദേഹത്തിന് ഇന്ത്യ ബിസിനസ് ലീഡർ അവാർഡൊക്കെ ലഭിച്ചു. അപ്പോൾ സ്റ്റോക്ക് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റോക്ക് ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ബജേൽ പ്രൊജക്റ്റ് ഇവർക്കൊരു പുതിയ ഓർഡർ കിട്ടിയിരുന്നു. സ്റ്റോക്ക് ഇന്ന് 20% അപ്പർ സർക്യൂട്ട്. ഓട്ടോ സ്റ്റോക്കിൽ നോക്കുകയാണെങ്കിൽ ഇന്ന് പ്രധാനമായിട്ടും M&M, ബജാജ് ഓട്ടോ, TVS മോട്ടോഴ്സ് എല്ലാം തന്നെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഒലയുടെ ഒക്കെ കാര്യം ഡിസ്കസ് ചെയ്യുന്നുണ്ട്, താഴെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്ക് നോക്കാൻ IDB ബാങ്കാണ്. IDB ബാങ്ക് ഇന്ന് വലിയ ഒരു ഇടിവ് രേഖപ്പെടുത്തി. പ്രധാനമായിട്ടും ഇവരുടെ HSBC എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി ഡൗൺഗ്രേഡ് ചെയ്താണ് കാരണം. അതുപോലെ മറ്റൊരു ഇടിവ് രേഖപ്പെടുത്തിയ കമ്പനിയാണ് ഫിനോ പേയ്മെൻറ്റ് ബാങ്ക്. ഇവർ ഇൻവെസ്റ്റ്മെൻറ്റ് ഡയറക്ടേഴ്സ് ഇവരുടെ ബാങ്കിൽ ഒരു റൈഡിനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള ന്യൂസാണെന്ന് സ്റ്റോക്ക് ക്രാഷ് ചെയ്തു 19%. ആർവിനിൽ 95 CR ഓർഡർ ലഭിച്ചു. IPO വരുമ്പോൾ JSP ക്രോപ്സ് IPO ഓപ്പണായി. പിന്നെ ഫോൺ പേയുടെ IPO ഈ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ കാരണം അവരുടെ IPO മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കുപ്പിഡ് ഫീമെയിൽ കോണ്ടം എല്ലാം തന്നെ കുപ്പിഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റോക്കിൽ നിന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഓലയെ പറ്റി ന്യൂസ് ഉള്ളത് 2,000 കോടി രൂപ ഇവരുടെ ബാറ്ററി ഡിവിഷന് വേണ്ടിയിട്ട് കമ്പനി റൈസ് ചെയ്യുന്നുണ്ടെന്നുള്ള ന്യൂസ് ഉണ്ട്. സീഗൾ ഇന്ത്യ കമ്പനി ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്ത കമ്പനിയാണ്. കമ്പനിക്ക് ഒരു 274 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ഇൻഡിഗോ കമ്പനിയെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത് ഡൊമസ്റ്റിക് ട്രാവൽസ് എല്ലാം തന്നെ 5.6% ഒരു കുറവുണ്ട്. കൂടാതെ തന്നെ ഗ്ലോബൽ ട്രാവൽ എല്ലാം തന്നെ 30% ഒരു കുറവുണ്ട്. ആസ് യൂഷ്വൽ അത് നമ്മളത് സർപ്രൈസ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഇവർ ടിക്കറ്റൊക്കെ ക്യാൻസൽ ചെയ്ത ആളുകൾക്ക് ഇവർ കൂപ്പൺസ് എല്ലാം തന്നെ കൊടുക്കുന്നുണ്ട് എന്നുള്ള ന്യൂസുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഓപ്ഷൻ്റെ പ്രീമിയം അതിൻ്റെ മാക്സ് പെയിനും നമ്മൾ രാവിലെ ഡിസ്കസ് ചെയ്തിരുന്നു. മാക്സ് പെയിനൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ കണ്ടത് ആ ഒരു റേഞ്ചിലേക്കൊക്കെ മാർക്കറ്റ് എത്തി. എനിവേ നമുക്ക് പ്രീ മാർക്കറ്റ് സെക്ഷനിൽ കുറച്ച് ഈ ഓപ്ഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഇതിൻ്റെ മാക്സ് പെയിനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. എനിവേ നമുക്ക് നാളെ കാണാം. നാളെ പ്രീ മാർക്കറ്റ് സെക്ഷനിൽ കാണാം. താങ്ക് യു ഓൾ.